ഹാപ്പി ബർത്ത്ഡേ പോയാണ്. ഏയ് എത്ര വയസ്സായി? 3 വയസ്സ് 4 വയസ്സ് 8 വയസ്സ്. നാളെ ബർത്ത്ഡേ ആണ് 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം. എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 12 മണിക്ക്. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. A few moments later. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ. അയ്യോ, പെട്ടി മുഴുവൻ കെട്ടിക്കഴിഞ്ഞു. എന്റെ ഫുൾ ക്യാഷ് അതിനകത്തായിരുന്നു. കെട്ടിയ പെട്ടി ഒരിക്കലും വലിക്കരുത്, ഐശ്വര്യക്കേടാ. പ്രത്യേകിച്ച് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോ. ബുക്കും പേപ്പറുണ്ടോ? വണ്ടിയുടെ ബുക്കും പേപ്പർ അല്ലല്ല, പറ്റുബുക്കേ. ഇല്ലെങ്കിൽ 200 പേരുടെ വരിട്ടൊരെണ്ണം വാങ്ങിച്ചോളൂ. എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ, താനോ? ഞാനും മലയാളിയാണ്. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോവാല്ലേ? എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈ എന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കുകയാണോ കരയുകയാണോ? ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള